പെർമിഷൻ കാര്യങ്ങൾ ഓൾ കേരള പെർമിഷനാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഇപ്പൊ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഒഴികെ മറ്റെല്ലാ ഭാഗങ്ങളിലും നഗരപ്രദേശങ്ങളിൽ ഉപയോഗിക്കാം. അപ്പൊ ഇതിലേക്ക് ചോദിക്കാനുള്ളത്, ഇതിന് പ്രത്യേക വല്ല ആർട്ടിംഗ് പ്രൈസ് പോലീസ് പെർമിഷനോ അങ്ങനെ എന്തെങ്കിലും ഇതിനുണ്ടോ? ഓക്കെ, അതൊന്ന് അന്വേഷിച്ചിട്ട് പോയിരുന്നു തരാം. അപ്പൊ അത് നിങ്ങളൊന്ന് പറഞ്ഞു തന്നായിരുന്നു. കാരണം ഞാൻ ഒരു സ്റ്റാൻഡിൽ പോയിട്ട് അവരായിട്ട് വെച്ചിട്ടേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ നമ്മളെ ആർടി ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ സൂപ്രണ്ട് പറഞ്ഞത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഒഴികെ നിങ്ങൾക്ക് നഗരപ്രദേശങ്ങളിൽ എവിടെ ഇത് ഓടാനുള്ള സംവിധാനം ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ ഇവിടെ എങ്ങനെയാ വെച്ചാൽ ഡിസ്ട്രിക്ട് പെർമിറ്റുള്ള വണ്ടി ആയതുകൊണ്ട് അവർക്ക് നമ്മളോടുള്ളൊരു ദേഷ്യം, ഒരു മനപ്രയാസമുണ്ട്. കാരണം ഞങ്ങള് പോലീസ് ഡിപ്പാർട്ട്മെന്റ് പോയിട്ട് ഈ നമ്പർ വാങ്ങിയിട്ട് ഓടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓടുന്നതിൽ പ്രശ്നമില്ല, നിങ്ങളൊരു പോലീസ് പെർമിഷൻ വാങ്ങണം എന്നാണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞെന്താ വെച്ചാൽ ഇതിന് GPS സംവിധാനം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ വണ്ടിക്ക് ഒരു ആൾട്ടിംഗ് പ്രൈസിന്റെ ആവശ്യം വരുന്നില്ല. കാരണം ഇത് RTO പോലീസിന്റെ ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോകണമെന്നും ഏത് യാത്രക്കാരൻ ഏത് സമയത്ത് സംസാരിച്ചെന്നും ഇവർക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ ഇവര് പറഞ്ഞതല്ല, ഞങ്ങൾ അത്ര കഷ്ടപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ഒരു പ്ലേസ് ഉണ്ടാക്കിയിട്ട് ഒരു സ്റ്റാൻഡ്, ആ സ്റ്റാൻഡിൽ നിങ്ങൾ ഓടണമെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പെർമിഷൻ വാങ്ങണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിന് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഓൾ കേരള പെർമിറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ആവശ്യമില്ലോ ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് വേണ്ടെന്നാണ് RTOയുടെ ഉത്തരവ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതുകൂടി നിങ്ങളൊന്ന് വിലയിരുത്തി പറഞ്ഞെന്നാൽ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ഓക്കെ.